ഉമാദേവിയെ, ദീനരായ ഞങ്ങളോടു കരുണയുള്ളവളായതിനാൽ നീ എനിക്കു കൃപ കാണിക്കണമേ. ലോകത്തിന്റെ മാതാവായ ദേവിയെ, നീ എങ്ങനെയോ കരുണാസ്വരൂപിണിയായിരിക്കുകയോ അങ്ങനെ തന്നെയായിരിക്കട്ടെ എന്റെ അനുഭവവും. എനിക്ക് യോജിച്ചതെന്താണോ അത് നീ തന്നേ ചെയ്യണമേ. എന്റെ ദുഃഖങ്ങളും കഷ്ടങ്ങളും നീ നീക്കണമേ. ജയം ജയം. മഹിഷാസുരനെ സംഹരിച്ച മനോഹര ജടയുള്ള പർവ്വതപുത്രിയായ ദേവിയെ. ഈ അവസാന ശ്ലോകം ഭക്തിയുടെ പരമാവസ്ഥയായ ശരണാഗതിയെ പ്രതിപാദിക്കുന്നു. ഭക്തൻ തന്റെ അഹങ്കാരവും ആഗ്രഹങ്ങളും എല്ലാം വിട്ട് ദേവിയുടെ കൃപയിൽ മാത്രം ആശ്രയിക്കുന്നു. ദീനതയാലുത ദേവിയുടെ അനന്തകരുണയെ സൂചിപ്പിക്കുന്നു. അവൾ സകല ജീവികളുടെ മാതാവാണ്. യദുചിതം കുരുതാത് എന്നത് ഭക്തന്റെ പൂർണ്ണ സമർപ്പണമാണ്. തന്റെ ജീവിതത്തിൽ എന്ത് നല്ലതാണെന്ന് ദേവിക്ക് അറിയാമെന്ന് അവൻ വിശ്വസിക്കുന്നു. ശക്തദർശനത്തിൽ ഇത് ആത്മാവ് പരാശക്തിയുടെ ചൈതന്യത്തിൽ പൂർണ്ണമായി ലയിക്കുന്ന അവസ്ഥയെ സൂചിപ്പിക്കുന്നു. ഭക്തൻ ദേവിയുടെ കൃപയാൽ തന്റെ ദുഃഖങ്ങളെയും അജ്ഞാനത്തെയും വിട്ട് ആത്മശാന്തിയിലും പരമാനന്ദത്തിലും എത്തുന്നു. അതിനാൽ ഈ ശ്ലോകം മുഴുവൻ സ്തോത്രത്തിന്റെ സാരമായ ശരണാഗതി, കൃപ, മോക്ഷം എന്നീ 3 തത്വങ്ങളെ സമാപനമായി പ്രഖ്യാപിക്കുന്നു. മഹിഷാസുരമർദിനി സ്തോത്രത്തിന്റെ സമ്പൂർണ്ണ തത്വസാരം. മഹിഷാസുരമർദിനി സ്തോത്രം ദേവിയെ സകല ബ്രഹ്മാണ്ഡത്തിന്റെ ആധാരമായ പരാശക്തിയായി സ്തുതിക്കുന്ന മഹത്തായ ഭക്തിഗാനമാണ്. ഇതിൽ ആദ്യം ദേവിയുടെ സർവ്വവ്യാപകമായ മഹിമയും സൃഷ്ടിസ്ഥിതി സംഹാരശക്തിയും വിവരിക്കപ്പെടുന്നു. തുടർന്ന് മഹിഷാസുരൻ, ശുംഭൻ, നിശുംഭൻ തുടങ്ങിയ അസുരന്മാരെ സംഹരിക്കുന്ന ദേവിയുടെ വീരരൂപം പ്രതിപാദിക്കുന്നു. ഇവ യാഥാർത്ഥ്യത്തിൽ മനുഷ്യന്റെ അഹങ്കാരം, മോഹം, ക്രോധം, അജ്ഞാനം തുടങ്ങിയ അന്തർദോഷങ്ങളുടെ പ്രതീകങ്ങളാണ്. പിന്നീടുള്ള ശ്ലോകങ്ങളിൽ ദേവിയുടെ ദിവ്യസൗന്ദര്യവും പ്രകൃതിയുമായുള്ള ഐക്യവും ദിവ്യലീലയും ചിത്രീകരിക്കപ്പെടുന്നു. അവസാന ഭാഗങ്ങളിൽ ഭക്തൻ പൂർണ്ണ ശരണാഗതിയോടെ ദേവിയുടെ പാദങ്ങളിൽ അഭയം പ്രാപിച്ച് തന്റെ ദുഃഖങ്ങളും പാപങ്ങളും നീക്കണമെന്നു പ്രാർത്ഥിക്കുന്നു. അതിനാൽ ഈ സ്തോത്രത്തിന്റെ ആന്തരിക സന്ദേശം, ദേവി സകല ജീവികളുടെ മാതാവും പരബ്രഹ്മശക്തിയുമാണെന്നും അവളുടെ കൃപയാൽ മനുഷ്യൻ തന്റെ ഉള്ളിലെ അജ്ഞാനവും ദോഷങ്ങളും ജയിച്ച് ആത്മശാന്തിയിലും പരമാനന്ദത്തിലുമെത്തുമെന്നുമാണ്.